പാഠം. സമുദായമേ, മുസ്ലിം ഉമ്മത്തെ, എന്റെ മുമ്പിലുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മാത്രമല്ല, ഈ സമുദായത്തിന്റെ പേരുപയോഗിക്കുന്നവരോട്, മുസ്ലിം സമുദായത്തിന്റെ നേതാക്കളോട്, അനുയായികളോട്, പ്രവർത്തകരോട്, മുഴുവൻ ആളുകളോടും പറയാനുള്ളതാണ്, സോഷ്യൽ മീഡിയയിലെ ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഉപയോഗിച്ച് ഒരൈക്കണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യും മുമ്പ്, ഒരു കമന്റ് പോസ്റ്റ് ചെയ്യും മുമ്പ്, നിങ്ങളുടെ പ്രതികരണം രേഖപ്പെടുത്തും മുമ്പ് ഓർക്കുക, വിശുദ്ധ ഖുർആനിൽ 104-ാം അധ്യായമുണ്ട്, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദാ. ഓനോന്റെ പണാണ്, അവനവന്റെ അധികാരമാണ്, അവന് ശക്തി കൊടുക്കണേനാ. നെറ്റ് കഴിഞ്ഞാലേ റീചാർജ് ചെയ്യാം, നമ്മൾ പോയിട്ടുണ്ടാക്കിയതുണ്ടാവും, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ബാപ്പുണ്ടാക്കി തന്ന പണത്തിന്റെ ബലം ഉണ്ടാവും, അധികാരത്തിന്റെ ബലം ഉണ്ടാവും. ആ പണവും അധികാരവും സാക്ഷരമായി നമ്മെ സഹായിക്കുമെന്നുള്ള ചിന്തയാണ്. യഹ്സബു അന്ന മാലഹു അഖ്ലദാ. അവന്റെ പണവും അവന്റെ ആ സമ്പാദ്യവും സൗകര്യവും എക്കാലവും ഉണ്ടാവുന്ന അവൻ വിചാരിക്കുന്നത് ലോകം മുഴുവനും കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തി തന്റെ 34-ാമത്തെ വയസ്സിൽ ലോകത്തോട് വിടയെല്ലിയിട്ടുണ്ട്. യുവാവായ അലക്സാണ്ടർ വിട പറഞ്ഞു പോകുമ്പോ അവസാന നിമിഷങ്ങളിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരോട്, ഡോക്ടർമാരോട് അദ്ദേഹം പറഞ്ഞു അത്രേ, ഞാൻ മരിച്ചു പോകുമ്പോ, എന്റെ മയ്യിത്ത് നിങ്ങൾ കൊണ്ടുപോകുമ്പോ എന്റെ കൈകൾ രണ്ടും പുറത്തേക്ക് വെക്കണം. എന്തിനാ? ലോകം മുഴുവൻ കീഴടക്കിയ അലക്സാണ്ടറെ മരിച്ചു പോകുമ്പോ ഒന്നും കൊണ്ടുപോയിട്ടില്ല. അധികാരം, ആ സമ്പത്ത്, നമ്മളുടെ ഭൗതികമായ നേട്ടങ്ങൾ വെച്ച് ഒരുത്തന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുമ്പോ, മറ്റൊരുത്തനെ പരിഹസിക്കുമ്പോ, മറ്റൊരുത്തനെ പറ്റി കളവ് പറയുമ്പോ, വിശുദ്ധ ഖുർആനിന്റെ ഈ 104-ാമത്തെ അധ്യായം, നിന്റെ സമ്പത്തും നിനക്ക് കഴിവും നിന്റെ കഴിവുകളും അത് ശാശ്വതമാണെന്ന് നീ വിചാരിക്കേണ്ടതില്ല എന്ന് അല്ലാഹ് പറഞ്ഞതാണ്. അല്ലാഹുവിന്റെ കലാമാണ്, ലോകത്തെ സട്ടാവിന്റെ കലാമാണ്.